അപ്പൊ എല്ലാവർക്കും ECT സ്റ്റഡിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് അതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ അല്ലെങ്കിൽ ലൈഫ്സ് മൈസ്റ്റീരിയസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ് എന്നാണ് ഈ ചാപ്റ്റേഴ്സിന്റെ പേര്. അപ്പൊ നമുക്കറിയാം ഇതിൽ പറയണ തന്നെ എന്തിനെ പറ്റിയിട്ടാണ്? കുഞ്ഞറ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തുവാണ്? നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങൾ അല്ലെങ്കിൽ സെൽസിനെ പറ്റിയിട്ടാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇതിനകത്ത് മൈക്രോസ്കോപ്പിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്കത് എന്തുവാന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ലെൻസ് ഉള്ള മൈക്രോസ്കോപ്പിനാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ പാർട്സ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഒന്ന് ഐ പീസ്, പിന്നെ നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, പിന്നെ സ്റ്റേജസ് ആൻഡ് ക്ലിപ്പ്, പിന്നെ കണ്ടൻസർ, പിന്നെ മിറർ. ഇത്രയും ഭാഗങ്ങളാണ് ഇതിനുള്ളത്, മൈക്രോസ്കോപ്പിന് ഉള്ളത്. അപ്പൊ ഈ മൈക്രോസ്കോപ്പ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെല്ല് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി സെല്ലിനെ പറ്റി പറയാം. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരം എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നെന്ന്. സെല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നെന്ന്. അപ്പം നമ്മുടെ ശരീരം സെല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും ഈ സെല്ല് കണ്ടുപിടിച്ചത് ആരാണെന്ന്. ഇങ്ങനെ സെല്ല് കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് റോബർട്ട് ഹുക്ക്. അദ്ദേഹം ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ സെക്ഷൻ ഓഫ് കോർക്ക് അല്ലെങ്കിൽ കോർക്കിന്റെ ഛേദം നിരീക്ഷിച്ചപ്പം ചെറിയ ചെറിയ അറകളെ അദ്ദേഹം കണ്ടു. അപ്പൊ ആ അറകളെയാണ് അദ്ദേഹം എന്ത് പേര് വിളിച്ചത്? സെൽ എന്ന് വിളിച്ചത്. അപ്പം സെൽ ആദ്യമായിട്ട് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആരാണ്? റോബർട്ട് ഹുക്ക്. അത് കഴിഞ്ഞ് പറയുന്നത് സെൽ ബയോളജി എന്താണെന്നുള്ളതാണ്. ഇന്ന് അതിവേഗത്തിൽ ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? സെൽ ബയോളജി. ഇന്ന് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സെൽ ബയോളജി. അപ്പൊ അടുത്ത് കിടക്കുന്നത് മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. അതായത് സെൽ ബയോളജിയുടെ അല്ലെങ്കിൽ കോശ വിജ്ഞാനീയത്തിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ അല്ലെങ്കിൽ ആ ഒരു സെല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച സയന്റിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം കിടക്കുന്ന സയന്റിസ്റ്റ് ആരാ? റോബർട്ട് ബ്രൗൺ. അദ്ദേഹം എന്തോ കണ്ടെത്തിയത്? ഡിസ്കവേർഡ് ദ സെന്റർ ഓഫ് ദ സെൽ. സെല്ലിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ കണ്ടുപിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ അതിനെ എന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. എന്ന് 1831, അതായത് 1831 റോബർട്ട് ബ്രൗണ് കോശത്തിന്റെ സെന്റർ കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് 1838 MJ ശ്ലീഡൻ എന്ത് കണ്ടുപിടിച്ചു? നമ്മുടെ പ്ലാന്റ്സിന്റെ ശരീരം അല്ലെങ്കിൽ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. റോബർട്ട് ബ്രൗണിന് ശേഷം 1838 MJ ശ്ലീഡൻ എന്ത് കണ്ടുപിടിച്ചു? സസ്യ ശരീരം അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ബോഡി കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അതിനുശേഷം തിയോഡർ ഷാൻ 1839 ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അത് കഴിഞ്ഞ് 1858 റൂഡോൾഫ് വിർഷ എന്ത് കണ്ടുപിടിച്ചു? അദ്ദേഹം ഈ ഡിവൈഡ് ചെയ്യുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. നമ്മുടെ ബോഡിയിലുള്ള സെല്ലെല്ലാം എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ സെല്ലുകളെ അദ്ദേഹം നിരീക്ഷിച്ചിട്ട് എന്ത് പറഞ്ഞു? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഒരു കോശം രൂപപ്പെടണമെങ്കിൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പുതിയ സെല്ല് രൂപം കൊള്ളത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ള എന്താണ്? സെൽ തിയറിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കുറേ സയന്റിസ്റ്റിന്റെ പേരൊക്കെ പറഞ്ഞായിരുന്നു, അവരൊക്കെ എന്താണ് കണ്ടെത്തിയെന്നുള്ളതും. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു സമ്മറൈസ് ചെയ്ത് MJ ശ്ലീഡനും അതുപോലെ തിയോഡർ ഷാനും കൂടെ ചേർന്ന് രൂപം കൊടുത്തൊരു തിയറിയാണ് എന്ത്? സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് രണ്ട് കൺസെപ്റ്റ് അല്ലെങ്കിൽ രണ്ട് ആശയങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത്. ഒന്നാമതെന്ന് പറയുമ്പം ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അതായത് എല്ലാ ജീവശരീരവും കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന്റെ ആണെങ്കിലും മൃഗങ്ങളുടെ ആണെങ്കിലും പ്ലാന്റ്സിന്റെ ആണെങ്കിലും എല്ലാം ബോഡി എന്തുകൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? സെല്ലുകൾ കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസംസ്. അതായത് ജീവികളുടെ സ്ട്രക്ചറൽ ഘടനാപരവും ഫങ്ഷണൽ ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് എന്ത്? സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ. അപ്പൊ ഇത് ഫോം ചെയ്ത ആരാണ്? തിയോഡർ ഷാനും MJ ശ്ലീഡനും ചേർന്നിട്ടാണ് സെൽ തിയറി ഫോം ചെയ്തത്. അപ്പൊ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് എന്തുവാ? ഫങ്ഷൻസ് ഓഫ് സെൽ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും ശരീരം സെല്ല് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ആ സെൽസിന് എന്തെല്ലാം ഫങ്ഷൻസ് അല്ലെങ്കിൽ ധർമ്മങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ എന്തുവാ? റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്, അതായത് അന്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നു. നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലുന്ന വിഷാംശങ്ങളാണെങ്കിലും അങ്ങനെയുള്ള അന്യ വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? റെസിസ്റ്റ് ചെയ്യുന്നു. ആര്? സെൽസ്. അപ്പൊ രണ്ടാമത്തെ എന്തുവാ?
റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്, അതായത് നമ്മുടെ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം ഉള്ളിൽ ചെല്ലുമ്പോൾ എന്തുണ്ടാവും? പോഷകങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നുള്ള എനർജി റിലീസ് ചെയ്യുന്ന ആരാണ്? സെൽസ് ആണ്. മൂന്നാമത്തെ എന്തുവാ? സിന്തസിസ് ഓഫ് ബയോ മോളിക്കുലാസ്, അതായത് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. അപ്പൊ 3 ധർമ്മങ്ങളാണ് നമ്മുടെ സെൽസിലെ, 3 ഫങ്ഷൻസ് ആണ് നമ്മുടെ സെല്ലിനുള്ളത്. ഒന്നെന്തോ റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്, രണ്ടാമത്തെ റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്, മൂന്നാമത്തെ സിന്തസിസ് ഓഫ് ബയോ മോളിക്കുലാസ്. ഈ 3 ഫങ്ഷൻസ് ആണ് എന്തിനുള്ളത്? സെല്ലിന് ഉള്ളത്.